നമസ്കാരം. യു.പി.ഐയുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നിന്നൊരു വാർത്ത ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എങ്കിൽ തന്നെയും കേരളത്തിൽ കൂടി ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു കർണാടകയിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു വാണിജ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുള്ള വ്യാപാര മേഖലയെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വാർത്തയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതായത് അവിടുത്തെ മിക്ക ഷോപ്പുകളും ഇപ്പോ ബ്ലോക്ക് ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ യു.പി.ഐയുടെ പണമിടപാട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ കച്ചവടക്കാരുടെ കൈകളിലും നിലവിൽ ഉണ്ട് എങ്കിലും ഒരു പ്രതിസന്ധി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാം സ്ഥാനം മഹാരാഷ്ട്രയും രണ്ടാം സ്ഥാനം ബാംഗ്ലൂരുമാണ്. അപ്പൊ ബാംഗ്ലൂരിലുള്ള മിക്ക കച്ചവടക്കാരും യു.പി.ഐ പേയ്മെന്റ് വഴിയാണ് കച്ചവടങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. ഈ വരുന്ന ഒരു പച്ചക്കറി കടയിൽ പോലും ഇന്നത്തെ ഒരു ഒരു നില ഒരു അവസ്ഥ പരിശോധിച്ചു കഴിഞ്ഞാൽ യു.പി.ഐ പേയ്മെന്റ് തന്നെയാണ്. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള ഗൂഗിൾ പേ വഴിയാണ് എല്ലാവരും ക്യാഷ് കൈമാറുന്നത്. അപ്പൊ നിലവില് അവിടുത്തെ കർണാടക ഒരു വാണിജ്യ നികുതി വകുപ്പ് അവര് ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കച്ചവടക്കാർക്കും ഇതിന്റെ ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഏതൊരു കച്ചവടക്കാർക്കും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു വിശദീകരണം ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ബാധകമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കേരളത്തിലേക്ക് വരുമോ എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. യു.പി.ഐ വഴി പണം സ്വീകരിക്കുന്നത് നിർത്തി കർണാടകയിൽ ഒരു വിഭാഗം വ്യാപാരികൾ ഇപ്പൊ നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഒരു സാമ്പത്തിക വർഷം 40 ലക്ഷം രൂപയിലധികം വിറ്റുവരവുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം ബാധിക്കുക. GST രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് ചട്ടം. അതായത് 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഏതൊരു കച്ചവടക്കാരനും, അത് ഈ പറയുന്ന വഴിയോര കച്ചവടക്കാരനായിരുന്നാൽ പോലും അവര് ഡീറ്റെയിൽ ആയിട്ട്, അതായത് GSTയുടെ ഒരു ഒരു അണ്ടറിൽ നിന്നുകൊണ്ട് മാത്രമേ ഇനി അവർക്ക് കച്ചവടം നടത്താൻ കഴിയൂ എന്നുള്ളൊരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വൻ പ്രതിഷേധം, അതായത് മിക്ക കടകളും ഷോപ്പ് ക്ലോസ് ചെയ്ത അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഇനി ഇപ്പൊ നിലവിലിപ്പം കച്ചവടം നടത്തുന്ന വ്യാപാരികൾ, അത് ടെക്സ്റ്റൈൽസ്, ഗോൾഡ് വ്യാപാരികൾ മുതൽ ഈ പറയുന്ന പച്ചക്കറി കട വരെ ഉള്ള സ്ഥാപനങ്ങള് നേരിട്ട് കറൻസി വാങ്ങുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കേരളം വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലത് തന്നെയാണ്. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തേക്ക് നികുതി കൃത്യമായിട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കടയുടെ അല്ലെങ്കിൽ ഈ ഒരു വ്യാപാര സംഘടനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത് GSTക്ക് പുറമേ ഉള്ള വസ്തുക്കൾ ഇവിടെ വിറ്റഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി ചേർത്താണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിശദീകരണം ചോദിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷം 40 ലക്ഷം രൂപയിലധികം വിറ്റുവരവുള്ളവർ GST രജിസ്ട്രേഷൻ എടുക്കണമെന്നാണ് ചട്ടം. നിരവധി വ്യാപാരികളുടെ യു.പി.ഐ ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ വിറ്റുവരവ് ഇതിന് മുകളിൽ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു വിശദീകരണം ഈ നികുതി വകുപ്പ്, അതായത് ആദായ നികുതി വകുപ്പ് ചോദിച്ചിരിക്കുന്നത്. യു.പി.ഐ സേവന ദാതാക്കളിൽ നിന്ന് 2021 മുതൽ 2025 വരെയുള്ള ഇടപാടുകൾക്ക് ഇടയിലുള്ള ഒരു ഇടപാടുകളാണ്. അതിന്റെ ഒരു പ്രശ്നത്തിന് മേലാണ് ഈ വാണിജ്യ നികുതി വകുപ്പ് ഈ ഒരു വിശദ വിവരങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ സമയം നിരവധി നിത്യോപസാന വസ്തുക്കൾക്ക് GST ബാധകമല്ലെന്നും അത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെ യു.പി.ഐ ഇടപാട് മാത്രം വിലയിരുത്തി GST രജിസ്ട്രേഷൻ എടുക്കാനുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്താനുമാണ് ഇപ്പൊ നിലവിൽ വ്യാപാര സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഒരു വിശദീകരണം തേടുക മാത്രമാണ് നിലവിൽ ആദായ നികുതി വകുപ്പ് ചെയ്തതെന്നും അത് നികുതി അടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലെന്നുമാണ് ആദായ നികുതി വകുപ്പ്, അതായത് കർണാടകയിലെ ആദായ നികുതി വകുപ്പ് കച്ചവടക്കാരോട് പറഞ്ഞിരിക്കുന്നതാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. എന്തു തന്നെയാലും കേരളം വളരെയധികം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. നോട്ടീസ് ലഭിക്കാത്ത കച്ചവടക്കാർ പോലും യു.പി.ഐ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ ബഹിഷ്കരിച്ചു തുടങ്ങി. അതിന്റെ പേരിലുള്ള ഒരു പ്രശ്നം ഈ കർണാടകയിൽ ഇപ്പൊ നേരിടുന്നുണ്ട്. അതായത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ആരുടെടുത്താണ് വിശദീകരണം ചോദിച്ചത്, അവര് മാത്രമാണ് സത്യത്തില് ഈ ഒരു സ്ട്രൈക്ക് ചെയ്യേണ്ടത്. പക്ഷെ അതിനൊപ്പം തന്നെ ഈ നോട്ടീസ് ചെല്ലാത്തവരും കൂടി ബ്ലോക്ക് ചെയ്ത്, അതായത് ഈ ഒരു പണമിടപാട് അല്ലെങ്കിൽ കച്ചവടം സ്റ്റോപ്പ് ചെയ്തതോടുകൂടി കർണാടക മൊത്തത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ ഇപ്പൊ നിലനിൽക്കുകയാണ് നിലവിൽ.
അപ്പോ കർണാടകയുടെ ചൂട് പിടിച്ച് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഗുജറാത്ത്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ നികുതി വകുപ്പുകളും വ്യാപാരികളുടെ UPI ഇടപാടുകൾ വിവരം തേടിയെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കർണാടകയുടെ ഈ ഒരു വിഷയത്തിന് ശേഷം സംസ്ഥാനങ്ങളിലെ മറ്റ് ഭാഗങ്ങളിൽ കൂടി ഈ ഒരു പ്രശ്നം പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.